കുരിക്കാട് ചോറ്റാനിക്കര റൂട്ടിനടുത്തുള്ള കുരിക്കാട് ഗാന്ധിനഗർ റോഡിനോട് ചേർന്ന കനാലിൽ ഇന്നലെ രാത്രിയാണ് അപകടമുണ്ടായത്. ഏതാണ്ട് 10 മണി കഴിഞ്ഞാണ് അപകടമുണ്ടായത് എന്ന് കരുതുന്നു. ഈ തിട്ടയിൽ നിന്ന് ബൈക്ക് തെന്നി കനാലിലേക്ക് മറിയുകയായിരുന്നു. യുവാവും യുവതിയുമാണ് ബൈക്കിലുണ്ടായിരുന്നത്. യുവതി മരിച്ചു കിടക്കുന്ന നിലയിലാണ് രാവിലെ കണ്ടെത്തിയത്. യുവാവ് ബൈക്കിനടുത്ത് തന്നെ, അല്ലെങ്കിൽ യുവതിയുടെ മൃതദേഹത്തിന് അടുത്തുണ്ടായിരുന്നു. വഴി തെറ്റിപ്പോയി അല്ലെങ്കിൽ വഴിയിൽ നിന്ന് സ്കിഡായി മറിഞ്ഞതാണോ, അപകട കാരണം എന്താണ് എന്നത് സംബന്ധിച്ച് വ്യക്തത തോന്നിയിട്ടില്ല. ഈ വഴിയിൽ കൂടിയാണ് ഈ കനാലിലേക്ക്, ഇത് പെരിയാർവാലി കനാലിൻ്റെ ഭാഗമാണ്. ഈ വഴിയിൽ കൂടി ഈ പുഴ കാണുന്നിടത്ത് കൂടി കനാലിലേക്ക് ബൈക്ക് മറിയുകയായിരുന്നു. ഈ ബൈക്ക് മറിഞ്ഞു കിടക്കുന്ന രാവിലെ ആദ്യം കണ്ടത് പ്രസന്നൻ എന്ന് പറയുന്ന പ്രദേശവാസിയായ ഒരാളാണ്. ചേട്ടൻ വന്നപ്പോൾ കാണുന്നത് എന്തായിരുന്നു? ഞാൻ വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു ചേട്ടൻ ഇവിടെ കുത്തിരിപ്പുണ്ട്, ഒരു സ്ത്രീ അവിടെ മലന്ന് കിടപ്പുമുണ്ട്. അപ്പം ഞാൻ ചോദിച്ചത് എന്താ പറ്റിയെന്ന് ചോദിച്ചു. ചോദിച്ചപ്പോഴത്തേക്കും ഇന്നലെ രാത്രി വണ്ടിയായിട്ടൊന്ന് ഇവിടെ മറിഞ്ഞ് വീണാന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടാ ഇത് ആരും അറിയിച്ചില്ല, നിങ്ങളുടെ വീട് എവിടെയാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ പുള്ളി പറഞ്ഞു പുതിയകാവാന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഒരു സ്വന്തക്കാർ ഇപ്പുറം താമസിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ വഴി താമസിക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഉടനെ തന്നെ അവരുടെ വീട്ടിൽ ചെന്നു. അവരെ വിളിച്ച് കഴിച്ചും ചേച്ചിയും ചേട്ടനും കൂടി വന്നു. ചേച്ചി ഇങ്ങനെ സ്വന്തക്കാരാരാണ്ട് ഇവിടെ കനാലിൽ വീണ് കിടക്കുന്നു, ഒരു ചേച്ചി അവിടെ കിടപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളൊന്ന് വന്നേ, അവരെ ഒന്ന് നോക്കാം, ഒന്ന് പരിചയപ്പെടുണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേച്ചിയും കൂടി വന്നു കഴിയുമ്പോഴത്തേക്ക് അവരറിയുന്നതാണ് ആ ചേച്ചീനെ, ആ പെണ്ണിനെ അവരറിയുന്നതാണ്. സ്ത്രീ മരിച്ചിരുന്നു അപ്പോഴത്തേക്കും മരിച്ചിരുന്നോ എന്നുള്ള അറിയില്ല. അവരുടെ വായിൽ നിന്ന് ഇങ്ങനെ ബ്ലഡൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബ്ലഡ് വന്നിങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കിടപ്പ് കണ്ടു കഴിയുമ്പോഴത്തേക്ക് ആ ചേച്ചി പറഞ്ഞു അവർക്ക് എന്തോ സംഭവം. ഞാൻ പറഞ്ഞു ഒരു കുപ്പി വെള്ളം കൊണ്ട് വർക്കിച്ച് വെള്ളം കൊടുത്തു നോക്കാമെന്ന് പറഞ്ഞു. വെള്ളം കൊടുത്തിട്ട് അങ്ങനെ തന്നെ ഒഴിച്ചിട്ട് വായിന്ന് ഒഴുകി. ബൈക്കിലുണ്ടായിരുന്ന ആൾ പറഞ്ഞു ഞങ്ങൾ ഈ വീട്ടിൽ ഒരു വാഴക്കൊലയും കൊണ്ട് വന്നാന്ന് പറഞ്ഞു. ആ കൊല വണ്ടിയിലുണ്ടായിരുന്നു. കൊല അടുത്ത് തന്നെ കിടപ്പുമുണ്ട്. ചോറ്റാനിക്കര പോലീസാണ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. വാഹനം ഇപ്പോൾ മൂടിയിട്ടിരിക്കുന്നു. പോലീസ് സ്ഥലത്ത് കാവലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം സ്വദേശിനിയായ, എന്നാൽ ഇപ്പോൾ വർഷങ്ങളായി കൊച്ചിയിൽ താമസിക്കുന്ന മായ എന്ന ഷിനി എന്ന യുവതിയാണ് മരിച്ചത്. വിനിൽകുമാർ എന്ന പുതിയകാവ് സ്വദേശിയാണ് എന്ന് പറയപ്പെടുന്നു. വിലാസം പൂർണ്ണമായും ലഭ്യമായി വരുന്നതേ ഉള്ളൂ. വിനിൽകുമാർ എന്ന യുവാവാണ് ഒപ്പമുണ്ടായിരുന്നത്. ഇയാളിൽ നിന്ന് ചോറ്റാനിക്കര പോലീസ് മൊഴിയെടുത്തുകൊണ്ടിരിക്കുന്നു. എന്തായാലും കനാലിൽ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഭാഗത്തേക്ക് ഒരുപാട് വീടുകളുള്ളതാണ്. ഈ വഴിയിൽ കൂടി ഒരുപാട് വീടുകളുണ്ട്. 200 വീട്ടിലധികമുണ്ട്, 200 വീടുകൾ അധികമുണ്ട്. ഈ ഭാഗത്തേക്ക് നന്നായിട്ട് വണ്ടികളൊക്കെ പോകുന്ന ഭാഗമാണ്. കുറേ അധികം നേരമായിരുന്നു മരിച്ചിട്ട് ഇവിടെ വന്നിട്ട്. ഒച്ച ഉണ്ടാക്കുക ഒന്നും ചെയ്തില്ല കൂടെ ഉണ്ടായിരുന്ന യുവാവ്.